നമസ്കാരം. ഡോക്ടർ ക്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാ പ്രായക്കാരെയും പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ വളരെയധികം ബാധിക്കുന്ന ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ഡോക്ടർ ക്യൂവിൽ ചർച്ച ചെയ്യുന്നത്. താരനും അതിനുവേണ്ടിയുള്ള ഹോമിയോപ്പതി ചികിത്സയുമാണ് ഇന്ന് നമ്മുടെ വിഷയം. ഇതിനായി ഹോമിയോപ്പതിക് ഫിസിഷ്യൻ ഡോക്ടർ രാജേഷ് കുമാർ നമുക്കൊപ്പമുണ്ട്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. ആദ്യം തന്നെ ചോദിക്കട്ടെ, ഒരാൾക്ക് താരനുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ആക്ച്വലി ഈ താരൻ എന്താണെന്ന് മനസ്സിലായാൽ മാത്രമേ അത് എല്ലാവർക്കും അത് എന്ത് ചെയ്യണമെന്ന് സ്വയം മനസ്സിലാക്കാൻ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. താരനെന്ന് പറയുന്നത്, സാധാരണ നമ്മൾ താരനെന്ന് പറയുന്നത് നമ്മുടെ എല്ലാം ശരീരത്തിൽ പ്രത്യേകിച്ച് തലയിൽ ഇളകി വരുന്ന ചെറിയ നേർത്ത ലെയർ സ്കിന്നാണ്, ചർമ്മമാണ്. നമുക്കെല്ലാവർക്കും സ്കിന്ന് ഒരു നിശ്ചിത കാലയളവ് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ചെറിയ പടലം ഇളകിപ്പോകും. അത് നമ്മുടെ മുഖത്താണെങ്കിലും ശരീരത്തിലാണെങ്കിലും എല്ലാം തന്നെ നേർത്ത ചർമ്മം ഇളകി പോകുന്നുണ്ട്, നമ്മൾ കാണാറില്ല. പക്ഷേ തലയിൽ നമ്മുടെ മുടിയുടെ ഇടയ്ക്കുള്ള ആ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസിൽ ഇളകി വരുന്ന ചർമ്മം ഒരുപക്ഷെ അവിടെ തന്നെ പറ്റിപ്പിടിച്ചിരിക്കാം. കാരണം തലയിൽ നമ്മൾ തേക്കുന്ന എണ്ണയോ അല്ലെങ്കിൽ തലയിൽ പൊടിയോ അല്ലെങ്കിൽ ചെളിയോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ശരീരത്തിലുള്ള എണ്ണമയത്തിലോ ഇത് പറ്റിപ്പിടിച്ച് അവിടെ തന്നെ ഇരുന്നു എന്ന് വരാം. ഇങ്ങനെ ഒരു പക്ഷേ നമ്മൾ 2 ദിവസം കുളിച്ചില്ലെങ്കിൽ ചെറിയ ഒരു ലെയറായിട്ട് പറ്റിപ്പിടിച്ചിരിക്കുന്നതാണ് സാധാരണ നമ്മൾ താരൻ എന്ന് പറയുന്നത്. താരൻ എല്ലാവർക്കും ഉണ്ട്, എല്ലാ മനുഷ്യനും ഉണ്ട്. അത് നമ്മൾ കുളിക്കുന്ന സമയത്ത് അങ്ങ് തലയിൽ നിന്നും നീക്കം ചെയ്യപ്പെടും. പക്ഷേ താരൻ പോലെ തന്നെ നമുക്ക് തോന്നിക്കുന്ന ചില ഇനം സ്കിൻ ഇൻഫെക്ഷൻസ് ഉണ്ട്, ചർമ്മ രോഗങ്ങളുണ്ട്. ഈ രോഗങ്ങളെയാണ് നമ്മൾ സാധാരണ വിട്ടുമാറാത്ത താരൻ എന്ന രീതിക്ക് ഒരു രോഗമായിട്ട് കണ്ടുവരുന്നത്. അത് വളരെ കോമൺ ആയിട്ട് ഇന്ന് കാണുന്നത് സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് വിളിക്കുന്ന തലയോട്ടിയിൽ വരുന്ന ഒരിനം ചർമ്മരോഗമാണ്. പലപ്പോഴും ഇത് വെറും താരനാണ് എന്ന് വിചാരിച്ചിട്ടാണ് പലരും ഈ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഷാമ്പൂകൾ സ്വയം വാങ്ങി ഉപയോഗിക്കുന്നത്, നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒറ്റമൂലികളെല്ലാം തലയിൽ പ്രയോഗിക്കുന്നത്. എന്നാൽ നമ്മുടെ സ്കിന്നിൻ്റെ നേച്ചർ എന്താണെന്ന് തിരിച്ചറിയാതെ ഇത്തരത്തിൽ നമ്മൾ പ്രയോഗിക്കുന്ന ഇത്തരം ഷാമ്പൂകളോ ക്രീമുകളോ ജെല്ലുകളോ അല്ലെങ്കിൽ ഒറ്റമൂലികളോ ഈ രോഗം കൂടാൻ, സെബോറിക് ഡെർമറ്റൈറ്റിസ് വല്ലാണ്ട് വർദ്ധിക്കാനും ഒടുവിൽ ഈ ഒരു പ്രോബ്ലം കാരണം തന്നെ തലയിൽ ചൊറിച്ചിൽ വരും, തലയിൽ നിന്നും പാട പോലെ പൊറ്റ പോലെ സ്കിൻ ഇളകി വരും. ഒരുപക്ഷെ അതിൻ്റെ അടിയിൽ ഒരുപക്ഷെ രക്തം കണ്ടുവെന്ന് വരാം, പഴുപ്പ് കണ്ടുവെന്ന് വരാം, അസഹനീയമായ വേദന വരാം, മുടിപൊഴിച്ചിൽ വരുന്ന ഒരവസ്ഥയിലായിരിക്കും ഇവർ ഡോക്ടറെ കാണുന്നത്. പലപ്പോഴും താരൻ ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഇൻഡോറിൽ നിന്നാണ്. നമുക്ക് ഈ വിഷയം കണ്ടിന്യൂ ചെയ്യാം. ഇൻഡോറിൽ നിന്ന് ഷൈജു ലൈനുണ്ട്. ഷൈജു ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടറെ നമസ്കാരം. നമസ്കാരം ഷൈജു. ഡോക്ടർ, ഇത് എന്റെ വൈഫിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ കോൾ ചെയ്തത്. ശരി. കാരണം വെച്ചാൽ ഓളെ തലയില് താരൻ ഇടക്ക് വരും ഇടക്ക് പോകും, അത് കണ്ടിന്യൂ അല്ല. മുഴുവനായിട്ടുണ്ടോ? അത് ഏതെങ്കിലും ചില ഭാഗങ്ങളിൽ മാത്രം? മുഴുവനായിട്ടില്ല, ഫ്രണ്ടിൽ മാത്രം. ഓക്കെ, ചില ഭാഗങ്ങളിൽ മാത്രം കാണുന്നത് ഒരുപക്ഷെ അത് ഞാൻ ഇപ്പോൾ പറയുന്ന സെബോറിക് ഡെർമറ്റൈറ്റിസ് ആകാൻ തന്നെയാണ് സാധ്യത. അതല്ല എന്നുണ്ടെങ്കിൽ അത് സോറിയാസിസ് പോലുള്ള ചില കണ്ടീഷൻ, സ്കിന്നിൽ വരുന്ന ഒരു ഓട്ടോഇമ്യൂൺ രോഗമാണ് സോറിയാസിസ്. അത്തരത്തിലുള്ള ചില കണ്ടീഷനുമാകാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾ പലപ്പോഴും ഈ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നു എന്നുണ്ടെങ്കിൽ പലപ്പോഴും അത് സീസണലായിട്ട് മാറാം. ഇത്തരത്തിൽ താരൻ എന്ന് പറയുന്ന സെബോറിക് ഡെർമറ്റൈറ്റിസ് വരുന്നതിന് 2-3 കാരണങ്ങളുണ്ട്. അത് ഞാനിവിടെ ഈ പ്രോഗ്രാം നിങ്ങൾ തുടർച്ചയായിട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. നിങ്ങൾ വൈഫിനെ നല്ലൊരു ഡോക്ടറെ കൊണ്ട് കാണിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് ഉചിതം. ശരി ഡോക്ടർ, നമുക്ക് ഒരു കോളർ കൂടിയുണ്ട്. ആലപ്പുഴയിൽ നിന്നും ലതികാമ്മയാണ്. ലതികാമ്മ ഡോക്ടറോട് ചോദിച്ചോളൂ. സാർ, മോൾക്ക് തലയിൽ താരനുണ്ടായിരുന്നു. അപ്പം കറ്റാർ വാഴ, ഉലുവ ഇതൊക്കെ തേക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും വീണ്ടും ഇത് ആകുന്നു. ഓക്കെ, അത് ഒരുപക്ഷെ സ്കിൻ ഡിസീസ് സെബോറിക് ഡെർമറ്റൈറ്റിസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പലപ്പോഴും ഇത് ഏത് കാരണം കൊണ്ട് ഉണ്ടാകുന്നു എന്ന് നോക്കിയിട്ട് വേണം അതിൻ്റെ ചികിത്സ തീരുമാനിക്കാനായിട്ട്. തലയോട്ടിയിൽ വരുന്ന ഒരുപക്ഷെ ഈ പ്രതിരോധ ശേഷിയുടെ വ്യത്യാസം, അതായത് ഇപ്പോൾ ചിലവർക്ക് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാകുകയും അത് സ്കിന്നിൽ സെബോറിക് ഡെർമറ്റൈറ്റിസ് താരൻ വല്ലാണ്ട് കൂടുന്നതിന് കാരണമാകുകയും ചെയ്യും. അതുകൊണ്ടാണ് ചിലർക്ക് ഡെങ്കുപ്പനി പോലുള്ള രോഗങ്ങൾ ബാധിച്ചാലോ ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഇപ്പോഴത്തെ കോവിഡ് രോഗം വന്ന് മാറി നമ്മൾ ഒരാഴ്ച വല്ലതും ആ രോഗം മാറി ക്ഷീണം മാറി വരുന്ന സമയത്ത് തലയിൽ ശക്തമായിട്ട് ഇത്തരത്തിൽ കണ്ടീഷൻ വരുന്നത്. ഇത്തരം കണ്ടീഷൻ ഏത് കണ്ടീഷൻ കൊണ്ടാണ് ഇത് വരുന്നത് എന്ന് നോക്കാതെ ഇത്തരത്തിൽ നമ്മൾ ഉലുവയോ കറ്റാർ വാഴയോ എല്ലാം പുരട്ടുന്നത് ഉചിതമാകാനുള്ള സാധ്യത കുറവാണ്. ഏത് കണ്ടീഷനാണെന്ന് നോക്കിയിട്ട് ചികിത്സ തേടുന്നതായിരിക്കും നല്ലത്. ഒരു ഡോക്ടറെ കണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ശരി ഡോക്ടർ, അടുത്ത കോളർ മലപ്പുറത്ത് നിന്ന് അമ്മു ആണ്. അമ്മു ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടറോട് എനിക്ക് എന്താന്ന് അറിയില്ല. എനിക്ക് 60 വയസ്സ് പ്രായമുണ്ട്. ഇപ്പൊ തല കുറെ ആയിട്ട് ഇങ്ങനെ ചൊറിയും. താരനൊന്നും കാണുന്നില്ല, തല ഇങ്ങനെ ചൊറിയും. അപ്പൊ നമുക്ക് ഇങ്ങനെ ചിലപ്പോ ഇങ്ങനെ ചൊറിയിനോടത്ത് തൊടുമ്പോ ചെറിയ വേദന പോലെയൊക്കെ ഇങ്ങനെ തോന്നും. ഓക്കെ, അത് തലയിൽ ചെറിയ കുരു പോലെ കാണുന്നുണ്ടോ ചൊറിയുന്ന സ്ഥലത്ത്?
ചെലപ്പം ചൊറിയുന്ന സ്ഥലത്ത് അങ്ങനെ ഉണ്ടാവലുണ്ട്. ഓക്കെ, അത് തലയിൽ വരുന്ന നമ്മുടെ വിയർപ്പ് ഗ്രന്ഥികൾ പോലെ തന്നെ തലയിൽ കാണുന്ന ചെറിയ ഗ്രന്ഥികളുണ്ട്, സെബേഷ്യസ് ഗ്രന്ഥികൾ എന്നാണ് വിളിക്കുന്നത്. അവയിൽ വരുന്ന ചെറിയ ഇൻഫെക്ഷൻ, സെബേഷ്യസ് സിസ്റ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അതിന് ഒരുപക്ഷെ തലയിൽ നമ്മൾ മുടി ചീകുന്ന സമയത്തോ അല്ലെങ്കിൽ തല ചൊറിയുന്ന സമയത്തോ ചെറിയ കുരു പോലെ ആ ഭാഗത്ത് തടയുകയും തൊടുന്ന സമയത്ത് വേദന, നീറ്റൽ അനുഭവപ്പെടുകയും ചെയ്യാം. അങ്ങനെ വരുന്ന സെബേഷ്യസ് സിസ്റ്റിൻ്റെ ബുദ്ധിമുട്ടായിരിക്കാനാണ് സാധ്യത. അത് ശരിയായിട്ട് നല്ലൊരു ഹോമിയോപ്പതി ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് മാറുന്നതായിരിക്കും. ശരി ഡോക്ടർ. ഡോക്ടർ കണ്ടിന്യൂ ചെയ്യായിരുന്നു സെബോറിക് ഡെർമറ്റൈറ്റിസിനെ ഡിസീസ് കണ്ടീഷൻ, അതൊന്ന് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ ഒരു സംശയം ഒരാൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇത് ഉണ്ടാകുന്നതിന് പലവിധ കാരണങ്ങളുണ്ട്. നമുക്ക് ഒരുപക്ഷെ നമുക്ക് തലയിൽ വരുന്ന എന്താ പറയുക, നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് തലയിൽ ഇപ്പോൾ അമിതമായിട്ട് വിയർപ്പ് നിൽക്കുന്ന അവസ്ഥയുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അമിതമായി എണ്ണമയം നിൽക്കുന്ന അവസ്ഥകളിൽ തലയോട്ടിയിൽ കാണുന്ന ചിലയിനം ഫംഗസുകളുണ്ട്. ഇപ്പം മാലസീഷ്യസ് എന്നൊക്കെ വിളിക്കുന്ന ചിലയിനം ഫംഗസുകളുണ്ട്, ഈസ്റ്റിൻ്റെ വിഭാഗത്തിൽപ്പെടുന്ന ഫംഗസുകളാണ്. ഈ ഫംഗസുകൾ തലയോട്ടിയിൽ അമിതമായിട്ട് അതിനൊരു സാഹചര്യം ഉണ്ടെങ്കിലും ഇവ കൂടുതലായിട്ട് തലയോട്ടിയിൽ ഈ സെബോറിക് ഡെർമറ്റൈറ്റിസ് ഉണ്ടായിന്ന് വരാം. പലപ്പോഴും തലയോട്ടിയിൽ ചിലർ പറയാറില്ല, എണ്ണ തേച്ച് കഴിഞ്ഞാൽ എൻ്റെ താരൻ വല്ലാണ്ട് കൂടുമെന്ന് പറയുന്നതിന് കാരണം ഈ മലസീസിയ എന്ന് വിളിക്കുന്ന ഈ ഫംഗസുകൾ അവരുടെ തലയിലുള്ളത് കൊണ്ടാണ്. പലപ്പോഴും ആൾക്കാർ ചെയ്യുന്നത് ഈ തലയോട്ടിയിൽ ഈ താരനുണ്ട് എന്ന് കരുതിയിട്ട് അത് പോകാൻ എണ്ണ തേക്കുന്ന സമയത്ത് എണ്ണയിൽ വളരുന്ന ഫംഗസുകൾ ഈ രോഗം വല്ലാണ്ട് വർദ്ധിപ്പിക്കാൻ കാരണമാകും. മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടീഷൻ എന്ന് പറയുന്നത് അമിതവണ്ണമുള്ള ആൾക്കാർക്ക്, അതായത് അമിതവണ്ണമുള്ളവർക്ക് ശരീരത്തിൽ പ്രത്യേകിച്ച് മുഖത്ത് എപ്പോഴും എണ്ണമയം കാണാറില്ല. അതേപോലെ തലയിൽ ഈ മുടിയുടെ നറിഷ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സെബം എന്ന് പറയുന്ന ഒരു സെക്രീഷൻ ഉണ്ട്. അത് കൂടുതൽ കണ്ടിരുന്നാലും തലയോട്ടിയിൽ ഒരുപക്ഷെ അവർക്ക് ഇത്തരത്തിൽ അമിതമായിട്ട് താരൻ ഉണ്ടായി എന്ന് വരാം. ഇതല്ലാതെ ചിലയിനം രോഗങ്ങൾ വന്ന് രോഗപ്രതിരോധ ശേഷി വല്ലാണ്ട് കുറഞ്ഞു പോയിരുന്നാലും അവർക്ക് ഇത്തരത്തിൽ തലയോട്ടിയിൽ ഈ സെബോറിക് ഡെർമറ്റൈറ്റിസ് വല്ലാണ്ട് വർദ്ധിച്ചു എന്ന് വരാറുണ്ട്. ഇങ്ങനെ പലവിധ കാരണങ്ങൾ കൊണ്ട് വരാം. കൊച്ചുകുട്ടികൾക്ക് പലപ്പോഴും ഈ ഒരു സെബോറിക് ഡെർമറ്റൈറ്റിസ് ഉണ്ടാകുന്നത് ഒരു 12 വയസ്സ് മുതൽ ഒരു 40-45 വയസ്സ് വരെയുള്ള ഒരു പീരീഡിലാണ്. എന്നാൽ ചില കുട്ടികൾക്ക്, അതായത് കൊച്ചു കുട്ടികൾക്കൊക്കെ തന്നെ ഒരു 2-3 വയസ്സുള്ള കുട്ടികൾക്ക് വരെ തലയോട്ടിയിൽ ഇത്തരം ഒരു പ്രശ്നം കണ്ടുവരാറുണ്ട്. പലപ്പോഴും മാതാപിതാക്കൾ ഇത് താരനാണ് എന്ന് കരുതിയിട്ട് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ കൊണ്ടു നടക്കുന്ന ഒരു രീതി കാണാറുണ്ട്. ഇത് പലപ്പോഴും തലയോട്ടിയിൽ ഇത്തരത്തിൽ സ്കിന്ന് അമിതമായിട്ട് പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മുടിയുടെ ഗ്രോത്തിനെ അത് ബാധിക്കുകയും മുടി നേർത്ത് വരുന്നതിനോ മുടി പെട്ടെന്ന് പൊഴിഞ്ഞു പോകുന്നതിനോ ഉള്ള സാഹചര്യങ്ങളും ഉണ്ടായിന്ന് വരാം. ഇങ്ങനെ നമ്മൾ താരനെന്ന് വിചാരിക്കുന്ന സെബോറിക് ഡെർമറ്റൈറ്റിസ് പ്രോപ്പറായിട്ട് ചികിത്സ വേണ്ട ഒരവസ്ഥയാണ്. ശരി ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്, പാലക്കാട് നിന്ന് ബാലകൃഷ്ണൻ. ബാലകൃഷ്ണൻ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ, ഡോക്ടറോട് ചോദിച്ചു. പറയൂ. ഹലോ സാറേ, എനിക്ക് 34 വയസ്സായി. എനിക്ക് ഇത് കുറെ മുന്നേ ഒരു 24-26 വയസ്സുമ്പോ വരലാണ് ഈ താരൻ തലയില്. അപ്പൊ ഞാൻ കുറെ എണ്ണൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ആയുർവേദത്തിലൊക്കെ. പക്ഷെ ഇതിനെ കുറെ മാറും, പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ വരും. അപ്പൊ ഡോക്ടർ പോയി കാണിച്ചപ്പോ ഒരു ഷാമ്പു ഒക്കെ തേക്കാൻ പറഞ്ഞു. ഒരു ഷാമ്പു തേച്ച് എന്നിട്ടും മാറുന്നില്ല. മുടി കംപ്ലീറ്റ് കൊഴിഞ്ഞു പോകുന്നു. ചെയ്യാത്തൊന്നുമില്ല. ഓക്കെ, സാധാരണ തലയിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലൊരു ഇൻഫ്ലമേഷൻസ്, അതായത് ഈ ഉണ്ടാകുന്ന പൊറ്റ പോലെ പറ്റിപ്പിടിച്ചിരിക്കുന്നതിനെ കംപ്ലീറ്റ് പൂർണ്ണമായും നീക്കിക്കളയുന്നതിനും അതിൻ്റെ ഒപ്പം തലയോട്ടിയിലുണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതിനും വേണ്ടിയിട്ടുള്ള മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഷാമ്പുകളാണ് ഡോക്ടർമാർ ഉപയോഗിക്കാൻ വേണ്ടി തരുന്നത്. അത് തലയോട്ടിയിൽ ആ സമയത്തുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കുറയാനും ആ പ്രോബ്ലം ഒന്ന് കുറയുന്നതിനും സഹായിക്കും. പക്ഷേ അതിൻ്റെ ഉപയോഗം നിർത്തുന്ന സമയത്ത് വീണ്ടും ഈ ഒരു പ്രോബ്ലം ഉണ്ടായി എന്ന് വരാം. പലപ്പോഴും തലയിൽ ഉപയോഗിക്കുന്ന ചിലയിനം വസ്തുക്കൾ, ചില ഷാമ്പുകളോ ജെല്ലുകളോ ക്രീമുകളോ ഒരുപക്ഷെ തലയോട്ടിയിൽ കൂടുതലായിട്ട് ഈ പ്രതിപ്രവർത്തനം സൃഷ്ടിച്ചു എന്ന് വരാം. നിങ്ങൾ ഉപയോഗിക്കുന്ന മെഡിക്കേറ്റഡ് ഓയിലുകൾ, അവയുടെ കണ്ടൻറ്റുകൾ ഒരുപക്ഷെ നിങ്ങളുടെ തലയോട്ടിയിൽ എന്തെങ്കിലും തരത്തിൽ അലർജി ഉണ്ടാക്കിയിരുന്നാൽ പോലും ഈ ഒരു കണ്ടീഷൻ മാറാതെ നിന്നു വരാം. ഞാനിവിടെ നേരത്തെ വിശദീകരിച്ചല്ലോ, ഈ എണ്ണയിൽ പോലും വളരുന്ന ഫംഗസുകൾ തലയോട്ടിയിൽ ഒരു പ്രോബ്ലം സൃഷ്ടിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഡോക്ടറെ കണ്ടിട്ട് പ്രോപ്പറായിട്ട് ഇത് എന്തുകൊണ്ടുണ്ടാകുന്നു നോക്കി അത് മാറ്റുന്ന രീതിക്ക് ഒരു ട്രീറ്റ്മെൻറ്റായിട്ട് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. ഹോമിയോപ്പതിയിൽ ഇതിന് വളരെ ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇന്ന് ലഭ്യമാണ്. ശരി ഡോക്ടർ, കോഴിക്കോട് നിന്ന് അമ്പിളി ലൈനിലുണ്ട്. അമ്പിളി ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, പറയൂ. മോനാണ്, മോന്റെ തലയിൽ താരനാണ്. മോന് വയസ്സെത്രയായി? 15. ഓക്കെ, ഹലോ, പറഞ്ഞോളൂ. മോനാണ്, മോന്റെ തലയിൽ ഇങ്ങനെ നിറയെ താരനാണ്. തല ഇരുന്ന സമയത്ത് ഇങ്ങനെ തൊഴിയും. 15. ഓക്കെ,
അമ്പിളി ടി വിയിൽ ശ്രദ്ധിക്കാതെ ഡോക്ടറോട് സംസാരിച്ചോളൂ. ഇങ്ങനെ ഇരുന്ന സമയത്ത് വെണ്ണീര് പൊടി പോലെ ഇങ്ങനെ തൊയ്യും നിറച്ചു. ഓക്കെ, മോന് തല ചൊറിച്ചിൽ അനുഭവപ്പെടുന്നുണ്ടോ? ചൊറിച്ചിലുണ്ട്. ഇത് നമ്മൾ ഈ താരൻ പോകാൻ വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ ശക്തമായിട്ട് ചീകി കഴിഞ്ഞിരുന്നാൽ അതോടൊപ്പം മുടി കൂടി പൊഴിഞ്ഞു പോകാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് തലയുടെ പ്രോപ്പറായിട്ടുള്ള ക്ലീൻസിങ് ഏജൻസ് ഡോക്ടർമാരെ കണ്ടിട്ട് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന നാച്ചുറലായിട്ടുള്ള ക്ലീനിങ് മെത്തേഡ്സ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന സാധാരണ സോപ്പുകൾ ഉപയോഗിച്ചാലോ ഷാമ്പുകൾ ഉപയോഗിച്ചാലോ അത് പലപ്പോഴും തലയോട്ടിയിലുള്ള ഇൻഫ്ലമേഷൻസ് വർദ്ധിപ്പിക്കാനും തൽക്കാലത്തേക്ക് ഒരുപക്ഷെ കുളിച്ച് കയറുമ്പോൾ ഇത് കുറയുന്ന പോലെ തോന്നുമെങ്കിലും പിറ്റേ ദിവസം വല്ലാണ്ട് ഇത് വർദ്ധിക്കാൻ കാരണമാകും. കാരണം ഇതിനകത്ത് ഉപയോഗിക്കുന്ന ബ്ലീച്ചിങ് ഏജൻറ്റുകൾ ഒരുപക്ഷെ തലയോട്ടിയിൽ ഈ സെബോറിക് ഡെർമറ്റൈറ്റിസിനെ കൂടുതലായിട്ട് വർദ്ധിപ്പിച്ചു എന്ന് വരാം. അതുകൊണ്ട് നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് തലയോട്ടിയിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്ന ഷാമ്പുകളോ അല്ലെങ്കിൽ ക്രീമുകളോ ജെല്ലുകളോ വാങ്ങി ഉപയോഗിക്കുക. അതോടൊപ്പം നല്ലൊരു ഹോമിയോപ്പത്തിക് ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റും കൂടി എടുത്തു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് ഇത്തരത്തിൽ വരുന്ന ഒരു ടെൻഡൻസി മാറ്റിയെടുക്കാൻ സാധിക്കും. വീട്ടിൽ തന്നെ നമുക്ക് തലയോട്ടിയിലുള്ള ഈ ഒരു പ്രോബ്ലംസ് ക്ലിയർ ചെയ്യുന്നതിന് നമുക്ക് നാച്ചുറലായിട്ടുണ്ട്. ഇപ്പോൾ പണ്ട് കാലത്ത് ആൾക്കാർ ചെമ്പരത്തിയുടെ ഇല ചതച്ചിട്ട് ചെമ്പരത്തിയുടെ താളിയല്ല ഉപയോഗിച്ചിരുന്നു. അത് പലപ്പോഴും തലയോട്ടിയിൽ വലിയ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാതെ ഈ തലയോട്ടി ക്ലീൻ ചെയ്യുന്നതിന് ഉപകാരപ്രദമാണ്. ഇത്തരത്തിലുള്ള നാച്ചുറൽ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നത് തെറ്റില്ല. അടുത്ത കോളർ വിനീതാണ്, കാർത്തികപ്പള്ളിയിൽ നിന്ന്. വിനീത്, ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടർ, എന്റെ പേര് വിനീത് എന്നാണ്. എന്റെ തലയിലാണെങ്കിൽ ചെറുതായിട്ട് പൊടിത്താരൻ ചെറുതായിട്ട്. എത്ര വയസ്സായി? മുടിയും പൊഴിയുന്നതുകൊണ്ട് മുടി ചെറുതായിട്ട് പൊഴിച്ചിലുണ്ട്. വയസ്സ് എത്രയായി? വയസ്സ് എനിക്കിപ്പോ 33 വയസ്സ്. ഓക്കെ, തലയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടോ ഈ കണ്ടീഷൻ? നമ്മൾ ഈ മുടി ചീവുമ്പോഴത്തേക്ക് ആണെങ്കിൽ ഇങ്ങനെ പറന്ന് ചിലപ്പോൾ നമ്മുടെ ഷർട്ടിന്റെ കോളറിലൊക്കെ വീഴും. അങ്ങനെ പറ്റിപ്പിടിച്ച് ചില സമയങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കും. നമ്മൾ ഈ എന്തെങ്കിലും ഈ പനിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു ദിവസം തല നനച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പിറ്റേന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നതായിട്ട് തോന്നും. ശരി, വളരെ ഉയർന്ന അളവിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഡോക്ടറെ കണ്ടിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് തന്നെയാണ് ഉചിതം. നമ്മൾ പലപ്പോഴും സ്വന്തമായിട്ട് നമ്മളിതിൻ്റെ മാനേജ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഇതിനകത്ത് മുടി കൂടുതലും പൊട്ടുകയോ അല്ലെങ്കിൽ മുടി അതോടൊപ്പം ഊരിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത്. മാത്രമല്ല തലയോട്ടിയിൽ ഇത് കൂടുതൽ കട്ടിക്ക് പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ മുടി നേർത്തു പോകുന്നതിനോ അല്ലെങ്കിൽ മുടി പൊഴിച്ചിലിനോ അത് കാരണമായി തീരാറുണ്ട്. ശരി ഡോക്ടർ, അടുത്ത കോളർ കൃഷ്ണയാണ്, വർക്കലയിൽ നിന്നും. കൃഷ്ണ, ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം. എന്റെ കുഞ്ഞിന് 2 വയസ്സുണ്ട്. അപ്പൊ അവന്റെ തലയിൽ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ താരനുണ്ട്. അപ്പൊ 2-3 ഡോക്ടർമാരെ കാണിച്ചപ്പോ മരുന്ന് തന്നു അവര്, പക്ഷെ അത് മാറുന്നില്ല. എന്തെങ്കിലും ഹോം റെമഡി നമുക്ക് ചെയ്യുന്നതുകൊണ്ട് തെറ്റുണ്ടോ? സാധാരണ കൊച്ചുകുട്ടികൾ ജനിക്കുന്ന സമയത്ത് അവരുടെ തലയിൽ ഇത്തരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. അത് ഈ മുല കുടിക്കുന്ന കുട്ടികൾക്ക് അവരുടെ അമ്മമാരുടെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ച് കുട്ടികളുടെ തലയിൽ സൃഷ്ടിക്കുന്നതാണ്. പലരും മാച്ചെന്നോ അങ്ങനെ പല നാട്ടു പേരുകളും അതിന് അറിയപ്പെടാറുണ്ട്. 6 മാസം വരെ കുട്ടികളുടെ തലയോട്ടിയിൽ ഇത്തരത്തിൽ കണ്ടുവന്ന് വരാം. മുല കുടിക്കുന്ന കുട്ടികൾക്ക് തലയോട്ടിയിൽ ഇത്തരത്തിൽ കണ്ടുവരാറുണ്ട്. അത് ഒരുതരം സെബോറിക് ഡെർമറ്റൈറ്റിസ് തന്നെയാണ്. പക്ഷേ അത് ഈ പാലുകുടിയൊക്കെ മാറ്റുന്ന സമയത്ത് കുട്ടികൾ വളരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി മാറും. സാധാരണ ഒരു 3 വയസ്സ് മുതൽ ഒരു 10-11 വയസ്സ് വരെ കുട്ടികളുടെ തലയിൽ ഇത്തരത്തിലൊരു താരൻ്റെ പ്രശ്നമൊന്നും കാണാറില്ല. ഇങ്ങനെ സാധാരണ വിട്ടുമാറാതെ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ ഈ പറഞ്ഞ സെബോറിക് ഡെർമറ്റൈറ്റിസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സ്കിൻ ഡിസീസ് ആണോ എന്നുള്ളത് പരിശോധിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കൊല്ലത്ത് നിന്ന് രഞ്ജിനി ഉണ്ട് ലൈനിൽ. രഞ്ജിനി, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ, നമസ്കാരം ഡോക്ടർ. നമസ്കാരം, പറയൂ സാർ. ഞാൻ എന്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അനിയത്തിക്ക് 2020 കോവിഡ് വന്നിട്ടുണ്ടായിരുന്നു. ശരി. അപ്പൊ അതിനുശേഷമാണ് ആക്ച്വലി അലർജി പോലെ കണ്ടു തുടങ്ങിയത്. ശരി. തലയിൽ നല്ല താരനും അതുപോലെ തന്നെ നമ്മുടെ ഈ കഴുത്തിന്റെ പിൻഭാഗത്തും മുൻപിലും ഒക്കെ ആയിട്ട് ഒരു റാഷസ് പോലെ ഭയങ്കര ഇച്ചിങ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആദ്യമേ വിചാരിച്ചത് താരം വീണിട്ടുള്ള അലർജി ആയിരിക്കും എന്നാ. പക്ഷെ ഇതിന്റെ കാരണം എന്താന്നുള്ളത് ഇതുവരെയായിട്ടും മനസ്സിലാകുന്നില്ല. നമ്മൾ കുറെ ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് വളരെ കോമൺ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പ്രോഗ്രാമിൻ്റെ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു. കാരണം കോവിഡ് പോലെയോ അല്ലെങ്കിൽ ശരീരത്തിനെ ബാധിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫെക്ഷൻ വന്ന് മാറുന്ന സമയത്ത് അവർക്ക് ഇത്തരത്തിൽ തലയിൽ ഈ സെബോറിക് ഡെർമറ്റൈറ്റിസ് വളരെ സിവിയറായിട്ട് വരാറുണ്ട്. കാര്യമായിട്ട് വളരെ ഗൗരവമായിട്ട് തലയിൽ പൊറ്റ പോലെ ഇത് വരുന്ന സമയത്ത് പലപ്പോഴും തലയിൽ മാത്രമല്ല നമ്മുടെ മുഖത്തിൻ്റെ ഇരുവശങ്ങളിലേക്കോ മൂക്കിൻ്റെ വശങ്ങളിലേക്കോ എല്ലാം തന്നെ ഇത് സ്പ്രെഡ് ചെയ്തു വന്നു വരാം. സ്ത്രീകൾക്ക് നെഞ്ചിൽ ബ്രസ്റ്റിൻ്റെ താഴെയുള്ള മടക്കുകളിലേക്കോ അല്ലെങ്കിൽ കക്ഷത്തിൻ്റെ ഭാഗത്തേക്കോ
പോകുമ്പോഴത്തേക്കും എല്ലാം ഇതിൻ്റെ സ്പ്രെഡ് വരാം. പലപ്പോഴും തലയിൽ ഈ പുറകുവശത്ത് ഇതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ മുതുകിൽ ചെറിയ കുരുക്കൾ പോലെ വിട്ടുമാറാതെ നിൽക്കുകയോ, ചെവി ചൊറിച്ചിൽ, നെറ്റിയിൽ ചെറിയ കുരുകൾ, പലപ്പോഴും മുഖക്കുരു എന്ന് പറഞ്ഞിട്ട് നെറ്റിയിൽ വരുന്ന ഇത്തരം കുരുക്കളെ പോയി ട്രീറ്റ്മെൻറ്റ് വരെ ആൾക്കാർ ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ തലയിൽ വരുന്ന സെബോറിക് ഡെർമറ്റൈറ്റിസിന് ഇത്തരത്തിലുള്ള പല എക്സ്റ്റെൻഡഡ് വേർഷൻസും കണ്ടുവരുന്നുണ്ട്. ഇതെല്ലാം ശരിയായിട്ട് ട്രീറ്റ്മെൻറ്റ് വേണ്ട അവസ്ഥകൾ തന്നെയാണ്. മാത്രമല്ല പലപ്പോഴും ഡ്രൈ സ്കിൻ ടെൻഡൻസിയുള്ള കുട്ടികൾക്ക്, വരണ്ട ചർമ്മമുള്ള കുട്ടികൾക്ക് സെബോറിക് ഡെർമറ്റൈറ്റിസ് കൂടുതലായിട്ട് കണ്ടുവന്ന് വരാം. ചില സീസണിൽ, അതായത് പ്രത്യേകിച്ച് ഇപ്പോഴുള്ള ഈ തണുപ്പ് സമയമുണ്ടല്ലോ, മഴയുള്ള സമയത്തെല്ലാം ഒരുപക്ഷെ സെബോറിക് ഡെർമറ്റൈറ്റിസ് വളരെ പെട്ടെന്ന് കൂടുകയും ഈ ഒരു ക്ലൈമറ്റ് മാറുന്നതുവരെ നിന്നു വരാം. അമിതമായി ടെൻഷനുള്ള ആൾക്കാരിൽ സെബോറിക് ഡെർമറ്റൈറ്റിസിൻ്റെ കോമൺ ആയിട്ട് താരൻ എന്ന് വിളിക്കുന്ന ഒരവസ്ഥ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ശരി ഡോക്ടർ. അടുത്ത കോളർ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് വന്ദന ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ പറഞ്ഞോളൂ. ഡോക്ടറെ, എനിക്കും കുഞ്ഞിനും ഉണ്ട് താരന്. ഇപ്പം മുഖത്തെല്ലാം എന്റെ കുരുക്കളാണ് ഇപ്പൊ. അപ്പൊ ഇടയ്ക്ക് എണ്ണ തേക്കുമ്പോ അത് കുറയും, പിന്നെയും കുറച്ച് കഴിയുമ്പോ വീണ്ടും താരന് നന്നായിട്ടുണ്ടാകും. എണ്ണ തേക്കുമ്പോൾ ഒരു ദിവസം മാത്രം കുറയുന്നത് പോലെയാണോ കാണുന്നത്? പിറ്റേ ദിവസം അതെ, അത് പിന്നെ വീണ്ടും പഴയതുപോലെ തന്നെ ആകും. അതെ, അത് എണ്ണ തേക്കുമ്പോൾ കുറയുന്നതല്ല, എണ്ണ തേക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പിറ്റേ ദിവസം അത് വല്ലാണ്ട് കൂടുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു സ്കിൻ ഡിസീസാണ്, ചർമ്മ രോഗമാണ്. അതിന് ശരിയായിട്ട് ചികിത്സയാണ് ആവശ്യം. ഒരിക്കലും തലയിലുള്ള ഇത്തരത്തിലുള്ള സെബോറിക് ഡെർമറ്റൈറ്റിസ് മുഖത്തേക്ക് കുരുക്കൾ പോലെ വരുന്നുണ്ടെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ഒരു ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഹോമിയോപ്പതിയിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. നിങ്ങൾക്കുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും കുട്ടിക്ക് ഇത് പകരുന്ന ഒരു രോഗമല്ല. പക്ഷേ കുട്ടിക്ക് ഡ്രൈ സ്കിൻ ടെൻഡൻസി, വരണ്ട ചർമ്മം ഉണ്ടെങ്കിൽ കുട്ടിക്കും ഇതുപോലെ വരാനുള്ള സാധ്യത ഏറെയാണ്. ശരി ഡോക്ടർ, നമുക്കൊരു ബ്രേക്ക് എടുത്തിട്ട് തിരികെ എത്താം. ഡോക്ടർ ക്യൂവിൽ ഒരിടവേള. ഡോക്ടർ ക്യൂ തുടരുന്നു. ഡോക്ടർ, ഒരു കോമൺ ആയിട്ടുള്ള ഒരു സംശയമാണ് ഇനി എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മൾ ഈ ഡാൻഡ്രഫ് ഉള്ള ഒരാളുടെ ചീപ്പ്, തോർത്ത് തുടങ്ങിയ സാധനങ്ങൾ നമ്മൾ മറ്റൊരാൾ ഉപയോഗിച്ചാൽ അത് പകരാൻ കാരണമാകുമോ? ഡാൻഡ്രഫ് ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തർക്കും വരുന്ന ഒരു ചർമ്മ രോഗമാണ്. പക്ഷേ അത് ഒരാളിൽ നിന്നും, ഇപ്പോൾ വീട്ടിൽ ഒരാളുണ്ടെന്ന് കരുതിയിട്ട് അവരിൽ നിന്ന് മറ്റൊരാളിലേക്ക് പോലും പകരാനുള്ള സാധ്യതയില്ല. പക്ഷേ തലയോട്ടിയിൽ ഈ ഡാൻഡ്രഫ് അല്ലെങ്കിൽ ഡെർമറ്റൈറ്റിസ് ഉണ്ടാക്കുന്ന ചില ഫംഗസുകൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതിന് ചീപ്പോ അല്ലെങ്കിൽ ടവലോ എല്ലാം കാരണമാകുന്നുണ്ട്. വളരെ കോമൺ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഈസ്റ്റ് വിഭാഗത്തിൽപ്പെടുന്ന മെലേസേസിയ എന്ന് പറയുന്ന ഒരിനം ഫംഗസുകൾ ഈ സെബോറിക് ഡെർമറ്റൈറ്റിസ് ഉണ്ടാക്കുന്നുണ്ട്. അവ പലപ്പോഴും പകർന്ന് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വരുന്നതിന് കാരണമാകുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെയും സ്കിന്നിൽ ഒരു പരിധി വരെ ഇത്തരം ഫംഗസുകൾ ജീവിക്കുന്നുണ്ട്. അവയ്ക്ക് അനുകൂലമായി വളരാനുള്ളൊരു സാഹചര്യം വരുമ്പോഴാണ് പലപ്പോഴും ഇവ വല്ലാണ്ട് നമുക്ക് സെബോറിക് ഡെർമറ്റൈറ്റിസ് പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്കിൻ ഇൻഫെക്ഷൻസോ ഉണ്ടാക്കുന്നത്. ഒരു പകർച്ചവ്യാധി എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ സ്വയം മാനേജ്മെൻറ്റിൽ വരുന്ന ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഡാൻഡ്രഫ് പോലുള്ള കണ്ടീഷൻസ് വരുന്നത്. ശരി ഡോക്ടർ. കായംകുളത്ത് നിന്നാണ് അടുത്ത കോളർ. മുരുകേശൻ ലൈനിലുണ്ട്. മുരുകേശ, ഡോക്ടറോട് ചോദിച്ചോളൂ. ശരി മുരുകേഷ് പറയൂ. നമസ്കാരം മുരുകേശൻ. ഡോക്ടർ, എന്റെ മകന് 23 വയസ്സുണ്ട്. ശരി. മകന്റെ തല മുഴുവനായിട്ട് ഈ വെളുത്ത താരണം പോലുള്ള പൊടി പോലെ അങ്ങ് പോവുകയാണ്. ഓക്കെ. അപ്പം മുടിയും കംപ്ലീറ്റ് പോകുന്നുണ്ട് ഡോക്ടറെ. ഓക്കെ. ഇത് ഡോക്ടറെ കാണിച്ചായിരുന്നോ? ഡോക്ടറെ കാണിച്ചില്ല. ഡോക്ടർ നേരത്തെ പറഞ്ഞപ്പോ ഈ ടിവിക്കകത്ത് ഡോക്ടർ പറഞ്ഞതുപോലെ ഈ ചെമ്പരത്തിയുടെ താളി പെരട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ ഇച്ചിരി ആശ്വാസം കിട്ടും. ഈ തലയിൽ വരുന്ന ഏതൊരു ചർമ്മരോഗവും സാധാരണഗതിയിൽ ഈ പറഞ്ഞതുപോലെ വെളുത്ത പൊടി പോലെ ഇളകി വരികയും പോവുകയും ചെയ്യും. പക്ഷേ അത് ഏത് തരം രോഗമാണ് എന്ന് കൃത്യമായി തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനം. അതിന് ഒരു ഡോക്ടറെ കണ്ടിട്ട് പലതരത്തിലുള്ള ചർമ്മരോഗമുണ്ട്. തലയോട്ടിയിൽ വരുന്ന അലർജിക് ഡെർമറ്റൈറ്റിസ് ഉണ്ട്, സോറിയാസിസ് പോലുള്ള അസുഖങ്ങളുണ്ട്, ഞാനിവിടെ വിശദീകരിക്കുന്ന സെബോറിക് ഡെർമറ്റൈറ്റിസ് ഉണ്ട്. ഇതിലേതാണെന്ന് നോക്കിയിട്ട് ശരിയായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിലുള്ള പ്രോബ്ലം പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ സാധാരണ താരനെന്ന് കരുതി നോക്കിയിരുന്നാൽ പലപ്പോഴും ഇത് മുടി പൊഴിഞ്ഞു പോകുന്നതിനും ഒരുപക്ഷെ തലയോട്ടിയിലുള്ള സ്കിൻ ഡിസീസ് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും വ്യാപിക്കുന്നതിനും കാരണമാകും. അതുകൊണ്ട് നല്ലൊരു ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അടുത്ത കോളർ ചാലക്കുടിയിൽ നിന്ന് ആലീസ് ആണ്. ആലീസ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ പറയൂ ആലീസ്. ഹലോ, ഞാൻ എന്റെ മോന് വേണ്ടിയിട്ടാണ്. മോന് 27 വയസ്സായി സാറേ. ശരി. അവന്
ഭയങ്കരമായിട്ട് താരനാണ്, ഒറ്റ പോലെ താരൻ. അതിങ്ങനെ ഈരുമ്പം മേത്തൊക്കെ വീഴുമ്പോ അവിടെ ഒക്കെ പോളം പോലെ ഇങ്ങനെ പൊട്ടണ പോലെ തോന്നും. ശരീരത്തില് ഇത് വീണിട്ട് ഉണ്ടാകുന്നുണ്ട് അല്ലേ? പിന്നെ മുടി നരയ്ക്കണുണ്ട്. ഓക്കെ. സാധാരണ 27 വയസ്സിൽ മുടിയുടെ നര തുടങ്ങുന്ന ഒരു പ്രായമാണ്. കാരണം ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ അത് സംഭവിക്കാം, മുടിയുടെ നര വരാം. പക്ഷേ ഈ പൊറ്റ പോലെ ഇളകി വരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് തലയോട്ടിയിൽ വരുന്ന ഫംഗസ് രോഗം തന്നെ ആകാനാണ് സാധ്യത. അത് ശരിയായിട്ടുള്ള ചികിത്സയാണ് ചെയ്യേണ്ടത്. ഹോമിയോപ്പതിയിൽ വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സ ഇന്ന് ലഭ്യമാണ്. നല്ലൊരു ഡോക്ടറെ കണ്ട് 1-2 മാസം ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ തന്നെ ഇത് ഒരു 90% കുറഞ്ഞു പോകുന്നതായിട്ട് കാണാറുണ്ട്. അടുത്ത കോളർ മുതുകുളത്ത് നിന്ന് ലീനയാണ്. ലീന, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. പറയൂ ലീന. ഹലോ ഡോക്ടർ, ഹലോ പറയൂ. ഡോക്ടർ, എന്റെ തലയിൽ ശ്രദ്ധിക്കരുത്. എന്റെ തലയിലും താരണമുണ്ട് ഡോക്ടർ. അതോടൊപ്പം തലയിലും ഒരുപാട് നരയും വീഴുന്നുണ്ട്. ഈ താരണം ഉള്ളത് കൊണ്ടാണ് നര വീഴുന്നത്. വയസ്സ് എത്രയായി? വയസ്സ് ഡോക്ടറെ 37. നര വീഴുന്നത് ഒരിക്കലും താരനുള്ളത് കൊണ്ടല്ല, തലയോട്ടിയിലുള്ള കോശങ്ങളിൽ വരുന്ന അതിൻ്റെ മെലാനിൻ പിഗ്മെൻറ്റ് നശിച്ചു പോകുന്ന കണ്ടീഷനിലാണ് അത് സംഭവിക്കുന്നത്. അത് നമുക്ക് ഡാൻഡ്രഫ് കൊണ്ടാണെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ ഡാൻഡ്രഫ് കാര്യമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മുടി നേർത്തു പോകുന്നതിനും മുടി പൊഴിച്ചിലിനും കാരണമായിട്ട് മാറാറുണ്ട്. അതുകൊണ്ട് വിട്ടുമാറാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. 37 വയസ്സിലെ നര വരുന്നു എന്ന് പറയുന്നത് പലപ്പോഴും ശരീരത്തിലെ ഏജിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള വ്യത്യാസങ്ങളാണ്. ശരി ഡോക്ടർ, പാലക്കാട് നിന്ന് ഷിംലയുണ്ട് ലൈനിൽ. ഷിംല, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഞാൻ പാലക്കാട് നിന്ന് വിളിക്കുന്നത്. എനിക്ക് തലയിൽ താരനൊന്നുമില്ല, പക്ഷെ മുടി ഒരുപാട് കൊഴിഞ്ഞു പോണു. ഓക്കെ. മുടി പൊഴിച്ചിൽ തലയുടെ ഉച്ചി ഭാഗത്ത് നിന്ന് ഒരുപാട് കൊഴിഞ്ഞു പോയി കഷണ്ടി ആവണ പോലെ തോന്നും. ഓക്കെ. നിങ്ങൾക്ക് വണ്ണം ഉണ്ടോ? നിങ്ങൾക്ക് വണ്ണം? ഇല്ലല്ല, വണ്ണ ഒരു പാകത്തിന് വണ്ണം തന്നെ, അത്യാവശ്യമുള്ള വണ്ണം തന്നെയുള്ളൂ. മാസമുറ കൃത്യമാണോ? അതെ. ഓക്കെ. സാധാരണഗതിയിൽ സ്ത്രീകൾക്ക് ശരീരത്തിൽ മാസമുറയിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നാൽ ഇത്തരത്തിൽ മുടി പൊഴിച്ചിൽ സംഭവിക്കാം, മുടി നേർത്തു വരുന്നതിന് കാരണമാറുണ്ട്. അതായത് സ്ത്രീകളുടെ ശരീരത്തിൽ പുരുഷ ഹോർമോണിലും സ്ത്രീ ഹോർമോണിലും വരുന്ന ചെറിയ ഏറ്റക്കുറച്ചിലുകൾ മുടി പൊഴിച്ചിലിന് കാരണമാകാം. ഇതുകൂടാതെ തൈറോയ്ഡ് ഹോർമോണിൽ വരുന്ന വ്യത്യാസമോ ഇല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ വ്യത്യാസമുണ്ടെങ്കിലോ ഇങ്ങനെ സംഭവിക്കാം. അമിതമായി ഉറക്കക്കുറവുള്ള ആൾക്കാരിലോ ടെൻഷനുള്ള ആൾക്കാരിലോ ശരിയായിട്ട് ഭക്ഷണം കഴിക്കാത്ത, വെള്ളം കുടിക്കാത്ത, വൈറ്റമിൻസും മിനറൽസും ചേർന്ന ഭക്ഷണങ്ങൾ കഴിക്കാത്ത ആൾക്കാർക്ക് ഇത്തരത്തിൽ മുടി പൊഴിച്ചിൽ സംഭവിക്കാം. അതുകൊണ്ട് ഒരു ഡോക്ടറെ കണ്ട് ഇതിൽ ഏത് വിഭാഗത്തിലാണ് നിങ്ങളുടെ മുടി പൊഴിച്ചിലെന്ന് നോക്കിയിട്ട് ശരിയായിട്ട് ചികിത്സ ചെയ്യുന്നതാവും ഉചിതം. ശരി ഡോക്ടർ, വളരെയധികം നന്ദി ഈ വിഷയത്തിൽ ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന്. ഡോക്ടർ ക്യൂ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.